ഇത് ആ കിണറ്റില് തല്ലിട്ട ആളുടെ കേസ്. എന്തോന്നാടോ ആളെ കൊല്ലാൻ നോക്കിയാ? എന്റെ പൊന്ന് സാറേ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് ആൾക്കാർ കൂടി വർത്തമാനം പറയാറുണ്ട്. ആ കുട്ടിയുടെ എന്റെ കൂടി നാളെ കുട്ടിച്ചാലിനെ ഞാൻ ഒരു തട്ട് തട്ടി. നാളെ കുട്ടിച്ചാലിനെ കടലിൽ പോയതാണെന്നോ എവിടെ പോയതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു തട്ട് തട്ടിയുള്ളൂ സാറേ. എന്റെ സാറേ, അത് കിണറ്റിന്ന് അപ്പം തന്നെ അവര് പൊക്കിയെടുത്തു. ആൾക്ക് വേറെ പരിക്കുകളൊന്നുമില്ല. അല്ല, അപ്പൊ പിന്നെ ആരെ കേസ് തന്നേക്കുന്നത്? അല്ല അത് സാറേ, എന്റെ പൊന്ന് സാറേ, ഈ കൃഷ്ണൻകുട്ടിയുടെ ഈ പ്രശ്നക്കാരൻ, ഈ കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിന് എനിക്കെതിരെ അവൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ് സാർ. കൃഷ്ണൻകുട്ടി നിനക്കെതിരെ പാരവെക്കുന്നത് നാരായണന്റെ അടുത്ത്. അതെ, നീ ഒരു കാര്യം ചെയ്യ്. നീ പാട്ടൊക്കെ പാടുന്ന പറഞ്ഞില്ലേ? പാടാൻ കൂടെ സാർ. രണ്ടുപേരും പാട്ട് പാടിയേ. സാറേ സാറേ സാമ്പാർ. നാളെ 9:30 സമയം നോട്ട് ചെയ്ത് വെച്ചോ. 9:30 5 മിനിറ്റ് മുമ്പ് നീ ഇവിടെ എത്തണം. നീ പറഞ്ഞ എല്ലാ കുട്ടിമാരും ഇല്ല, അതിന്റെ കൂട്ടുകാരന്മാര് കുട്ടിമാരൊക്കെ ഒരൊക്കെ വിളിച്ചോ. 9:30 5 മിനിറ്റ് വൈകിയ നീ ആ ജംഗ്ഷനിൽ തന്നെ കാലത്തോടെ രാത്രിയോടെ ഞാൻ പാട്ട് പഠിക്കും. സാറേ, ആ മാഷ് കുട്ടികളെ വലിയ കേസ് അത് വിളിക്കട്ടെ സാർ. അവിടെ ഇതില് 2 ലക്ഷം വന്നിട്ടുണ്ടോ? എല്ലാവരും എല്ലാവരും സാറേ അപ്പൊ മാഷ എവിടെ വന്നിട്ടുണ്ട് സാർ. മാഷ ഇത് വല്ലാത്തൊരു കേസുള്ള മാഷ. പിള്ളേരെ തല്ലിന്നുള്ള മാഷിനെതിരെയുള്ള കേസ്. അത് സാറേ, പിള്ളേർ ഒരു നല്ല തല്ലിയല്ലേ സാറേ. എന്റെ മോനെ ഞാൻ ഇന്നേ വരെ ഒരു ഈർക്കിലെടുത്ത് വരും ഉപദ്രവിച്ചിട്ടില്ല. എന്നിട്ട് സാറ് എന്താ കണ്ടതറിയാമോ സാറേ? പിള്ളേരെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ട് സാറേ. വേണോടെ പോലീസ് നിയമം പഠിപ്പിക്കുന്നുണ്ട് കേട്ടാ സാറേ. വെറുതെ ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യമില്ലാത്ത കാര്യം വെറുതെ ഒന്ന് മുടി നീട്ടി വളർത്തിന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, ക്ലാസ്സിൽ കയറ്റാണ്ടിരിക്കുക, കാരണന്മാരുടെ ചെല്ലാൻ പറയുക, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ പരിപാടി. അല്ല, നിങ്ങള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അതോ പഠിക്കാത്തതിനാണോ സാറ് തല്ലിയത്? സാറേ, ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട്. പഠിച്ചാലും പഠിച്ചിരിക്കും, എന്നെ കൊണ്ടു തല്ലാൻ പറ്റില്ല. എന്തൊക്കെ മാഷായി പിള്ളേര് പറയണത്? സാറേ, എൻ്റെ പേര് ബാലൻ എന്നാണ്. 30 വർഷമായിട്ട് ഞാൻ ആ സ്കൂളിലെ അധ്യാപകനാണ്. പഠിക്കാത്ത കുട്ടികളെയും കുറച്ച് കുസൃതി കാണിക്കുന്നവരെയും ഞാൻ വടിയെടുത്ത് അടിക്കാറുണ്ട്. അതവർ നന്നാൻ വേണ്ടിയിട്ടാണ് സാറേ. മാഷ, ഈ പിള്ളേരെ തലമുടി നീട്ടി വളർത്തിന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുന്നത് ശരിയാണോ? സാർ, ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തും സ്കൂളിലൊക്കെ ഈ കഞ്ചാവിൻ്റെ ഉപയോഗം കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മുടി നീട്ടി വളർത്തിയ കുട്ടികളും അവരോടൊക്കെ കുറച്ച് മര്യാദയ്ക്ക് വരാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കഞ്ചാവിന്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ സ്റ്റേഷനിൽ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും, അത് ഞങ്ങൾ ശരിയാക്കി തരാം. ഓക്കെ. ഹലോ സാർ. ഓക്കെ ശരി ഓക്കെ. ഒരു മാറ്റെടുത്ത് വരാം. നിങ്ങൾ എല്ലാവരും നാളെ പുറത്തേക്ക് കേട്ടോ. ഒരു 10 മിനിറ്റ് വിളിക്കാം. എല്ലാവരും കൂടെ പുറത്തേക്ക്. സാറേ, പിള്ളേരുടെ കാര്യമാണ് എന്തെങ്കിലും തീരുമാനമാക്കണോട്ടോ. ശരി, ഞാൻ വിളിക്കാം. താങ്ക് യു സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം സാറേ. പിന്നെ സാറ് പറഞ്ഞ ഫയൽ റെഡി ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് അങ്ങോട്ട് കൊണ്ടുവരാനിരിക്കായിരുന്നു. ഞാൻ ഈ വഴി വന്നപ്പോ ഒന്ന് കയറിയതാണ്. നോ താങ്ക്സ്. ജംഗ്ഷത്ത് ഇപ്പൊ പോയത് ബാലമാഷായിരുന്നു. അതെ സാർ. ബാലമാഷ കേസ് എന്താണ്? അത് മാഷ് പിള്ളേരെ തല്ലിന്ന് പറഞ്ഞിട്ട് അവരുടെ പാരന്റ്സ് വന്ന് കേസ് കൊടുത്തേക്കെ. അപ്പൊ ഞാൻ എല്ലാവരും കൂടി ഒന്ന് വിളിപ്പിച്ചതാ. മാഷ ഒന്ന് വിളിപ്പിക്കാമോ? മാഷ എന്നെ ഓർക്കുന്നുണ്ടോ? ക്ഷമിക്കണം, എനിക്കത് മനസ്സിലായില്ല കേട്ടോ. മാഷ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. മാഷ ഇന്ന് ഒത്തിരി തല്ലു വാങ്ങിയിട്ടുണ്ട്. പോള് അലക്സ് പോൾ എന്ന് പറഞ്ഞാൽ മാഷ ചിലപ്പോൾ അറിയുമായിരിക്കും.
ഓ അലക്സിന്റെ മകൻ പോള്, എനിക്കിപ്പോ മനസ്സിലായി. എടുക്ക മാഷ്ക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ലേ അല്ലേ? ഇല്ല. നമ്മുടെ ജില്ലാ കളക്ടർ അദ്ദേഹം. സന്തോഷം ഉണ്ട് കേട്ടോ, ഒരുപാട്. അവരൊന്ന് വിളിപ്പിക്കാമോ? വാ. നിങ്ങൾക്ക് ഈ സാറിന് അറിയോ? നിങ്ങൾക്കറിയോ? നമ്മുടെ ജില്ലയുടെ കളക്ടറാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ കംപ്ലൈന്റ് എന്നിട്ടുള്ള മാഷ് ഒരുപാട് തല്ലുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാ അദ്ദേഹത്തെ. ഇന്ന് അദ്ദേഹം ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ തല്ലിന്റെയും കൂടി ഗുണോ. നിങ്ങൾ ഇന്ന് ഈ ഒരു ചെറിയൊരു തല്ല് തല്ലിന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഒന്നല്ലേ ഇവിടെ? നിങ്ങൾക്കൊക്കെ വേണ്ടത് മക്കൾ നന്നാവല്ലേ വേണ്ടത്? മാഷ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പഠിക്കാൻ അല്പം ഉഴപ്പിയിരുന്ന എന്നെ മാഷ അന്നത്തെ തല്ലിന്റെ ചൂടാണ് എന്നെ ഈ കളക്ടർ പദവിയിലേക്ക് എത്തിച്ചത്. നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ആ തല്ലാനായിട്ട് വടിയെടുക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും. പക്ഷേ നിങ്ങൾക്ക് നന്നാവാനും നല്ല രീതിയിൽ പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ തല്ലിയത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ചീത്തയാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന കളക്ടർ അലക്സ് പോൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ഷമിക്കണം സാറേ, സോറി സാറേ, ഞങ്ങള് അറിവുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയത്. ക്ഷമിക്കണം. കേസ് ഒരു അവസാനിപ്പിക്കും. പിള്ളേര് അനുസരിച്ചാണ്. ഇനി ഇത് വേറെ പരാതി ഒന്നും പറയണ്ട. മാഷത്തായാലും അത് നിന്നാ വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ശരി സാർ, സന്തോഷം. പക്ഷെ എന്തെങ്കിലും ആവശ്യം വിളിക്കണം. തീർച്ചയായിട്ടും. ജംഷത്തെ അപ്പോൾ കാണാം. ഓക്കെ സാർ.